എല്ലാവർക്കും കൃപാസ് ഹോം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സാധാരണ വീട്ടമ്മമാർക്കെല്ലാം ഇപ്പോഴത്തെ വീട്ടമ്മമാർക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൂട്ടി വെച്ചിട്ട് വേഗം അവരുടെ ജോലി കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ള ഏക ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് മീൻകറി വെക്കാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. അപ്പം ഈ മീൻകറി ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം, മീൻ എരിവ് കുറവുള്ള ആളുകൾക്ക് ഒരു 4 പ്രാവശ്യം കറി വെക്കാനുള്ള അരപ്പുണ്ടിത്. ഇനി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് തീർച്ചയായും 3 കറിക്കുള്ള മുളകുണ്ട്. 3 കറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ വെക്കുന്നത് ഒരു 1/2 കിലോ മീനായിരിക്കും സാധാരണ വീടുകളിൽ വെക്കുന്നത്. ദിവസമല്ല ഒന്നരാടം വെക്കുന്നവരാണെങ്കിൽ ഒരു 1/2 കിലോ മീനിൽ കൂടുതൽ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് ഇതൊരു 3-3.5 പ്രാവശ്യം വെക്കാനുള്ള അരപ്പുണ്ടിത്. അപ്പം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തതുകൊണ്ട് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കിയാലോ. അരപ്പ് വരട്ടാൻ വേണ്ടി ഇവിടുത്തെ പുളിക്ക് അല്പം മീൻ കറി വെച്ച് കഴിയുമ്പം അതിനൊരു കറുപ്പ് കളർ വരും. നല്ല പുളിയാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പുളി കുറച്ചു നേരം വെള്ളത്തിലിട്ട് നന്നായി കഴുകി എടുത്തതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കും. അങ്ങനെ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ മീനിന്റെ അരപ്പിൽ ഈ പുളി ചേർക്കാറുള്ളൂ. 30 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്, ഒരു 30 സാദാ കൊല്ലമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു മുഴുത്ത 3 കഷ്ണമാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒരു 15 അല്ലി. ഇത്രയും എടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിക്കാം. 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചാണ് ഇത് ഞാൻ വേവിക്കാൻ വെക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീഫും കൂടി ഇടുവാണേ. ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ കുക്കറിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. വെച്ചു വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കിലോ മീനിൽ കൂടുതൽ ഒരു ദിവസം സാധാരണ വെക്കത്തില്ലല്ലോ. അപ്പൊ ഇതൊരു 3 കറി കൂടുതൽ മുളക് നമുക്കിത് കിട്ടും. 3 കറിക്ക് അല്ല, അതിൽ കൂടുതൽ കിട്ടും. 4 കറിക്ക് കഷ്ടി. അത് ഇവിടെയൊക്കെ എരിവ് കൂടുതൽ വേണം. എരിവ് കൂടുതലുള്ളവർക്ക് ഒരു 3-3.5 കറിക്കേ കിട്ടുള്ളൂ. ഇനി എരിവ് കുറവുള്ളവർക്ക് തീർച്ചയായും 4 കറിക്കും ഈ മുളക് പാകമായിരിക്കും. അപ്പം എരിവ് കൂടുതലുള്ളവർ അതനുസരിച്ച്, എരിവ് കുറവ് അനുസരിച്ച് നമ്മൾ കുറേശ്ശെ കലക്കി നോക്കുക. കലക്കി നോക്കിയിട്ട് നമുക്കത് നമ്മുടെ എരിവിനനുസരിച്ച് ചെയ്യുക. കടുകിട്ട് കൊടുക്കുവാണ്. പോലെ 1 ടീസ്പൂൺ ഉലുവയും, ഞാനൊരു 10-15 വെളുത്തുള്ളി നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറി ലീഫ്, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അരച്ചു വെച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ, ഈ അരപ്പിനാവശ്യമായ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഈ ഉപ്പുപൊടി ഇതിനൊരു പ്രിസർവേറ്റീവും കൂടിയാട്ടോ. അതായത് നമ്മുടെ ഈ അരപ്പ് ഇടിക്കുമ്പോൾ കേടാകാതിരിക്കാൻ ഒരു പ്രിസർവേറ്റീവും കൂടിയാണ്. അപ്പൊ നമുക്ക് വരളണം കേട്ടോ. നമ്മളാ വേവിച്ചത് കൊണ്ട് ഇതിന്റെ പകുതി പച്ച ചുവ മാറിയിട്ടുണ്ട്. ഈ തിളപ്പിച്ചു വെച്ച പുളിയും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇടുക. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളൊരു 16 കഷ്ണം പുളി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പുളിയും കൂടി ഇട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. ഈ ഉപ്പും പുളിയും ഇതിനൊരു പ്രിസർവേറ്റീവാണ്. അപ്പം ഇത് കേടാകാതിരിക്കാൻ ഉപ്പും പുളിയും
ധാരാളം മതി. ഇതൊരു 3 ആഴ്ച 4 ആഴ്ചയോളം കേടാകാതെ ഇരുന്നോളും. നമ്മൾ സേഫായിട്ട് വെക്കുക. നല്ല കുപ്പിയുടെ അടപ്പുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സേഫായിട്ട് വെക്കാൻ പറ്റിയ പാത്രം ഉള്ളതെന്ന് വെച്ചാൽ ആ പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കുക. ഒരു 16 കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ മീൻ കറി വെക്കുമ്പം ഉപ്പും പുളിയും ഇതിന് ചേർത്തിട്ടുണ്ടെന്ന് ഓർത്ത് വേണം നമ്മൾ കറി വെക്കാൻ. കാരണം മീൻ കറിയിലേക്ക് ആദ്യം നമ്മൾ ഈ അരപ്പ് കുറച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ച് നമുക്ക് എരിവ് പാകമാണെന്നും പുളി പാകമാണെന്നും കണ്ടതിന് ശേഷം വേണം നമുക്ക് മീൻ കഷ്ണം ഇടാൻ. ഇനി പുളി കുറവാണെങ്കിൽ നമുക്കൊരു പുളി എടുത്ത് പുളി കഴുകി ഇതിലിട്ട് കൊടുക്കാം. ഇനി അല്ല പുളി കൂടുതലാണെങ്കിൽ ഒരു പുളി എടുത്ത് മാറ്റുകയും ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ട് വെക്കരുതെന്ന് അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം ഉണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി. എണ്ണ നന്നായി തെളിഞ്ഞു വരുന്നതാണ് ഇതിന് കണക്ക്. ഇപ്പം എന്നും മീനൊക്കെ വെട്ടിയൊക്കെയാണല്ലോ പൊതുവെ എല്ലാ വീടുകളിലും മീൻ കിട്ടുന്നത്. അപ്പം മീൻ മേടിച്ചോണ്ട് വരുമ്പോഴേ നമുക്ക് മീൻകറി ആക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പം കാര്യം കഴിയും. കാരണം ഇതെല്ലാം അരിഞ്ഞു പെറുക്കി ഒന്നും നടക്കണ്ട. ഇതിന് വേണ്ടതായ എല്ലാ സാധനങ്ങളും ഈ അരപ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു ചെലവ് കുറവും കൂടെ ഉണ്ട്. ഇതിന് അരപ്പ് വരട്ടാനുള്ള സമയം വേണ്ട. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരെണ്ണത്തിന് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പകുതിയോളം നമ്മൾ എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിതൊരു ഭയങ്കര ബെനിഫിറ്റാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് പറ്റിയതാണെങ്കിൽ ഇതുപോലുള്ള മറ്റ് ടിപ്സുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, പല വീടുകളിൽ രാത്രിയാവുമ്പോൾ മീൻ മേടിച്ചോണ്ട് വരും. മീൻ മേടിച്ചോണ്ട് വന്നിട്ട് മീൻ വെട്ടി കറി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, ഇതുപോലെ അരപ്പുണ്ടാക്കി നമ്മൾ വെച്ചിട്ട് മീൻകറി വെക്കുവാണെങ്കിൽ അരപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ഇപ്പം ഇച്ചിരി ലേറ്റായാൽ കൊണ്ടുവന്നെങ്കിലും നമുക്കിങ്ങനെ ചെയ്താൽ നമ്മുടെ കറി വേഗം നാകും. വേഗം ഉപ്പും പുളിയെല്ലാം പിടിച്ചിരിക്കും. അപ്പം ഇതെല്ലാം ഈ പുളിയെല്ലാം നന്നായി അലുത്തിരിക്കുന്നതുകൊണ്ട് വേഗം നമ്മുടെ മീനയിൽ പുളി പിടിച്ച് ഉപ്പും പുളിയെല്ലാം പിടിക്കും. അപ്പോൾ ഇത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ പതുക്കെ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് നല്ല ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുവാണ് നല്ലത്. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഉചിതം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. എല്ലാവർക്കും അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെയുള്ള ഇല്ലാത്തവർ ഒരു സ്റ്റീലിൻ്റെ ചോറ്റുപാത്രം പോലെയുള്ള പാത്രങ്ങളിലോ അങ്ങനെ നല്ല അടപ്പുള്ള പാത്രത്തിലോ, ഇനി ഒരു കുപ്പിയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല, അങ്ങനെ സൂക്ഷിച്ച് വെക്കുക. അപ്പം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റുവാണ്. ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇതുപോലെ നമുക്ക് എടുത്തു വെച്ചാൽ നന്നായിരിക്കും. ഇതുപോലെ അടച്ചു വെക്കാം. തണുത്തതിന് ശേഷം ഇങ്ങനെ അടച്ചു വെക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് തണുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് തുറന്നു വെക്കുവാണ്. അപ്പം ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. തീർച്ചയായും ഇതൊരു 4 കറിക്കുള്ള മുളകുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറന്നു പോകരുത്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത നല്ലൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയുമായി വരുവാനുള്ള ഉത്സാഹം എനിക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.